ഇവള് ഈ ഓടുന്ന എന്തിനാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? രാവിലെ 5 മണിയപ്പോ പെട്ടെന്നൊരു വർത്താനം കോഴിക്കോടേക്ക് പോയാലാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, എല്ലാരും വിളിച്ച് വരുന്ന ആൾക്കാർ വായോ എന്ന് പറഞ്ഞ് നേരെ കോഴിക്കോടേക്ക് പോകാനുള്ള പ്ലാനായി. പെട്ടെന്ന് തന്നെ റാപ്പിഡോ വിളിച്ച് ഓട്ടോ ബുക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കിട്ടുമെന്ന് പോലും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ടിക്കറ്റും എടുത്ത്, പിന്നെ അത്യാവശ്യം സീറ്റ് ഉണ്ടായിരുന്നു, കുറെ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് ട്രെയിൻ അങ്ങനെ എല്ലാവർക്കും കിട്ടി. ഞങ്ങൾ ട്രെയിൻ കയറി രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്ക് നേരെ കോഴിക്കോട് എത്തി. അവിടെ എത്തിയപ്പോ തന്നെ എവിടെ പോകണം എന്നുള്ള ചിന്തയല്ലേ ഉണ്ടായി. ബ്രോ വിശക്കുന്നു, അതായിരുന്നു മെയിൻ മാറ്റർ. അപ്പോഴാണ് നജ പറഞ്ഞു ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ ഓട്ടോ പിടിച്ച് പോകേണ്ട ദൂരമൊന്നുമില്ല, നടന്നു പോകേണ്ട ദൂരം മാത്രമാണ്. വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന ഞങ്ങളോടാണ് അവള് പറയുന്നത് നടന്നു പോകണം എന്നുള്ള കാര്യം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് നടന്ന്. പിന്നെ ഒരു ട്രഷർ ഹണ്ട് വൈബായിരുന്നു. ഓരോ ടേൺ കഴിയുമ്പോൾ എത്തിയോനജ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇപ്പെത്തും കുറച്ചുകൂടെ ഉള്ളൂ. അങ്ങനെ അവസാനം സ്പോട്ടിലേക്ക് എത്തിയാൽ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ നടന്നതിനും വേണ്ടിയിട്ട് അത്രക്കും വേർത്തായിരുന്നു. പത്തിരിയും നൈസ് പത്തിരിയും പൊറോട്ടയും പുട്ടും, പിന്നെ കോമ്പിനേഷൻ ആണെങ്കിൽ ബീഫ് വരട്ടിയതും ചിക്കനും. അങ്ങനെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ രണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉഷാറായിട്ട് തട്ടി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ ഒപ്പിച്ച് നേരെ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഒറ്റമൈൻ ട്രിപ്പ് നേരെ എത്തിയത് കരിയാത്തമ്പാറയിലേക്കാട്ടോ. കുറെ ചുരമൊക്കെ താണ്ടി ഞങ്ങൾ നേരെ സ്പോട്ടിലേക്ക് എത്തി. അവിടുത്തെ വ്യൂ കണ്ടപ്പോൾ സീരിയസ്ലി പറഞ്ഞ കിഡിലനായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി സ്പോട്ടായിരുന്നു. മേ ബി ദ ബെസ്റ്റ് ഒറ്റമൈൻ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ഭാഗത്ത് വെള്ളത്തെ കളിക്കലായി, ഒരു ഭാഗത്ത് റീൽ എടുക്കലായി, ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കലായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമയം പോയത് എങ്ങനെയാന്ന് തന്നെ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വൈകിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചുരം ഇറങ്ങി താഴ്ന്നൊരു കിടിലൻ ചായയും കുടിച്ച് നേരെ SM സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ നിന്നും കുറച്ച് നടന്ന് കളിച്ച് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക്. കോഴിക്കോട് ബീച്ചിന്റെ അടുത്തുള്ള ന്യൂ സ്ട്രീറ്റ് 27 എന്നുള്ള റെസ്റ്റോറന്റ് അടിപൊളി ഇഫാ ചിക്കൻ കിട്ടുന്ന മിഷാല് പറഞ്ഞിട്ടായി. പിന്നെ നേരെ അവിടെ പോയി ഇഫാ ചിക്കന് തട്ടി നേരെ നാട്ടിലേക്ക് തിരിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ ഒറ്റമൈൻ ട്രിപ്പിന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.